കോട്ടയം ജില്ലയ്ക്ക് വലിയ പദ്ധതികളൊന്നുമില്ലാതെ സംസ്ഥാന ബജറ്റ്. ആകാശപാതയുടെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് പ്രഖ്യാപനം. റബ്ബറിന് താങ്ങുവില 250 രൂപയാകും. എരുമേലിയിലും വികസനമെത്തും. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി. സ്വകാര്യ ബസ് വ്യവസായം കടുത്ത പ്രതിസന്ധിയിലേക്ക്. സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവ്. വരുമാനത്തിൽ ദിവസവും 3000-ഓളം രൂപയുടെ കുറവ്. ഓപ്പറേഷൻ തൂഫാൻ. പൂവരണിയിൽ വൻ കഞ്ചാവ് വെട്ടം. 2 കിലോ കഞ്ചാവുമായി തൊടുപുഴ സ്വദേശി ജിജോ പിടിയിൽ. കഞ്ചാവ് പൂവരണിയിലെ വീടിന്റെ മതിലിനടുത്ത് സൂക്ഷിച്ച നിലയിൽ. PN പണിക്കരെ അനുസ്മരിച്ച നാട്. വായന മാസാചരണ തുടക്കം. ജില്ലയിൽ വിപുലമായ പരിപാടികൾ. വാർത്തകൾ വിശദമായി. കോട്ടയം ജില്ലയ്ക്ക് വലിയ പദ്ധതികളൊന്നും സംസ്ഥാന ബജറ്റിൽ ഇല്ലെങ്കിലും ആകാശപാതയുടെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് പ്രഖ്യാപനം. ഇതോടൊപ്പം റബ്ബറിന് താങ്ങുവില 250 രൂപയാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. കോട്ടയം ജില്ലയ്ക്ക് വലിയ പദ്ധതി പ്രഖ്യാപനങ്ങൾ ഇല്ലാതെ UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ്. കാർഷിക മേഖലയിലെ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് കോട്ടയത്തിന് ആശ്വാസം നൽകുന്നത്. ജില്ലയുടെ സാമ്പത്തിക അടിത്തറയായ റബ്ബർ കൃഷിക്ക് ബജറ്റിൽ മുൻഗണന നൽകിയിട്ടുണ്ട്. റബ്ബറിന്റെ താങ്ങുവില 200 രൂപയിൽ നിന്നും 250 രൂപയാക്കി ഉയർത്തി. ഇത് ജില്ലയിലെ ഭൂരിഭാഗം വരുന്ന റബ്ബർ കർഷകർക്ക് വലിയ ആശ്വാസം നൽകുന്ന പ്രഖ്യാപനമാണ്. കാർഷിക മേഖലയ്ക്കായി ആകെ 1535 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷമായി വളരെയധികം വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന കോട്ടയം ടൗണിലെ ആകാശപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ട്. ആകാശപാത പൂർത്തിയായാൽ കോട്ടയം ടൗണിലെ ഗതാഗതക്കുരുക്കിന് ഒരു പരിധി വരെ പരിഹാരം കാണാൻ കഴിയും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. UDF സർക്കാരിന്റെ കാലത്ത് 2015 ഡിസംബർ 22-നാണ് ആകാശപാതയുടെ നിർമ്മാണം ആരംഭിച്ചത്. പദ്ധതിക്ക് 5.18 കോടി രൂപ അനുവദിച്ചു. 1 കോടിയിലധികം രൂപ ചെലവിട്ടാണ് തൂണുകൾ സ്ഥാപിച്ചത്. എന്നാൽ പിന്നീട് വന്ന LDF സർക്കാർ ആകാശപാതയുടെ നിർമ്മാണത്തിന് വേണ്ടത്ര താൽപര്യം കാട്ടിയില്ല. സ്ഥലം ഏറ്റെടുക്കൽ സംബന്ധിച്ച് പ്രശ്നങ്ങൾ വന്നതോടെ നിർമ്മാണം നിലയ്ക്കുകയും ചെയ്തു. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഈ വർഷം തന്നെ പദ്ധതി യാഥാർത്ഥ്യമാകും എന്ന് കോട്ടയം MLA ആയ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉറപ്പു നൽകിയിരുന്നു. ശബരിമല ക്ഷേത്രത്തെ തിരുപ്പതി മോഡലിൽ വികസിപ്പിക്കും എന്ന് ബജറ്റ് പ്രഖ്യാപനം. ശബരിമലയുടെ പ്രധാന ഇടത്താവളമായ എരുമേലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വികസനത്തിനും തീർത്ഥാടന സൗകര്യങ്ങൾക്കും വൻതോതിൽ ഗുണം ചെയ്യും എന്നും വിലയിരുത്തപ്പെടുന്നു. വലിയ പദ്ധതികൾ കുറവാണെങ്കിലും കോട്ടയം ജില്ലയിലെ ഭൂരിപക്ഷം ജനങ്ങളെയും ബാധിക്കുന്ന റബ്ബർ വില വർധന, തീർത്ഥാടക ടൂറിസം പദ്ധതികൾ എന്നിവയിലൂടെ കോട്ടയത്തിന് ബജറ്റിൽ നിർണായകമായ പരിഗണനകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. UDF സർക്കാരിന്റെ കന്നി ബജറ്റ് നിരാശാജനകമെന്ന് കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി. കർഷകർക്ക് വേണ്ടത്ര പരിഗണന ബജറ്റിൽ നൽകിയില്ല. കേരള കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഉപാധിരഹിത പട്ടയവും കടലിന്റെ അവകാശം കടലിന്റെ മക്കൾക്ക് എന്ന ആശയവും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പ്രതീക്ഷാ നിർഭരമാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. അതോടൊപ്പം തന്നെ കടലിന്റെ അവകാശം കടലിന്റെ മക്കൾ, അത് നമ്മുടെ രാജ്യസഭയുടെ അതിനകത്ത് നെറ്റിൽ പോയി നോക്കിയ ഡൊമൈനിൽ നോക്കിയാൽ കാണാൻ കഴിയും. അതിനുശേഷം തിരുവനന്തപുരത്ത് അവിടുത്തെ ബിഷപ്പ് ഹൗസുമായി അവിടുത്തെ പിതാവുമായി ബന്ധപ്പെട്ട ഒരു സെമിനാർ നടത്തി. അന്ന് KV തോമസ് ആണ് അതിൽ വന്നിരുന്നത്, മാസ്റ്റർ വന്നിരുന്നത്. അത് ഖനനവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ അവിടെ ആവശ്യപ്പെട്ട മുദ്രാവാക്യമാണ് മുഴുവൻ പത്രങ്ങളിലും അതിൻ്റെ ക്യാപ്ഷൻ കടലിൻ്റെ മക്കൾ കടലവകാശം എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഈ 2 കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതും സന്തോഷമാണ്. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര തുടങ്ങിയതോടെ സ്വകാര്യ ബസ്സുകളിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവ്. 60% സ്ത്രീ യാത്രക്കാരെ നഷ്ടപ്പെട്ടെന്ന വിലയിരുത്തലിലാണ് സ്വകാര്യ ബസ് ഉടമകൾ. സംസ്ഥാന ബജറ്റിൽ നിന്നും 3 മാസം കൂടുമ്പോഴുള്ള റോഡ് നികുതി 50% കുറച്ചത് മാത്രം തങ്ങൾക്ക് പ്രയോജനപ്പെടുന്നില്ലെന്ന് ബസ് ഉടമകൾ പറഞ്ഞു. KSRTC ബസ്സുകളിൽ സർക്കാർ നടപ്പാക്കിയ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതി ജില്ലയിൽ സ്വകാര്യ ബസ് വ്യവസായത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നു. സ്ഥിരം യാത്രക്കാരിൽ ഏറെ പേരും KSRTCയുടെ സൗജന്യ യാത്രയിലേക്ക് മാറിയതോടെ പ്രൈവറ്റ് ബസ്സുകളുടെ വരുമാനത്തിൽ വലിയ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന് പരിഹാരമായി വാടക നിശ്ചയിച്ച സ്വകാര്യ ബസ്സുകൾ സർക്കാർ ഏറ്റെടുത്ത് സർവീസ് നടത്തണമെന്ന് ബസ് ഉടമകൾ പറയുന്നു. കോവിഡിനൊപ്പം ഡീസലിനും സ്പെയർ പാർട്സിനും അടക്കം വലിയ തോതിൽ വില വർദ്ധിച്ച ശേഷം നഷ്ടത്തിലായ സ്വകാര്യ ബസ് വ്യവസായത്തിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര. സ്ത്രീകൾക്ക് സ്വകാര്യ ബസ്സുകളിലുള്ള സൗജന്യ യാത്ര UDF സർക്കാരിന്റെ വിപ്ലവകരമായ തീരുമാനമാണെങ്കിലും പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ കൂടുതൽ ഇടപെടണമെന്ന് ബസ് ഉടമകൾ പറയുന്നു. ദിവസവും 2000 മുതൽ 3000 രൂപ വരെ കളക്ഷനിൽ കുറവുണ്ടെന്നും ഉടമകൾ ചൂണ്ടിക്കാട്ടി. ഇന്ന് അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ റോഡ് നികുതി 50% കുറച്ചത് മാത്രം തങ്ങൾക്ക് പ്രയോജനപ്പെടില്ലെന്ന് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജാക്സൺ C ജോസഫ് പറഞ്ഞു. ബസ്സുകൾ വാടകയ്ക്ക് എടുക്കുന്നതിന് സർക്കാർ ആലോചനയുള്ളപ്പോൾ പ്രൈവറ്റ് ബസ്സുകൾ വാടകയ്ക്ക് എടുക്കുകയും എല്ലാ ബസ്സുകളിലും യാത്രക്കാരെ കിട്ടും വിധം ബസ് സർവീസുകൾ ക്രമീകരിക്കുകയും ചെയ്യണമെന്നും ജാക്സൺ C ജോസഫ് പറഞ്ഞു. ഞങ്ങളുടെ ബസ്സുകൾ വാടകയ്ക്ക് എടുത്ത് ഞങ്ങൾക്കൊരു കിലോമീറ്റർ വാടക ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് 55 രൂപയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്.
ഞങ്ങളതിനകത്ത് 50 രൂപ 65 പൈസ ഒരു കിലോമീറ്ററിന് ചെലവ് വരും. അത് ഞങ്ങൾ കൃത്യമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങളെ ഒരു 55 രൂപ വാടക തന്ന് ഞങ്ങളുടെ വണ്ടികൾ ഏറ്റെടുത്ത് സർക്കാർ സർവീസ് നടത്തുകയാണെങ്കിൽ KSRTC ഏൽപ്പിക്കുകയോ സർക്കാർ സർവീസ് നടത്തുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനകത്ത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നഷ്ടം വരികയില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ നിരക്ക് നിശ്ചയിക്കുന്നതും അതുപോലെ തന്നെ ഇതിന്റെ ബാക്കി ഏത് റൂട്ടിൽ വണ്ടി ഓടണമെന്ന് തീരുമാനിക്കുന്നു, KSRTC എവിടെ ഓടണമെന്ന് തീരുമാനിക്കുന്നു, ഇതിന്റെ സമയം തീരുമാനിക്കുന്നത് എല്ലാം സർക്കാരാണ്, സ്വകാര്യ ബസ്സുകളുടെ. ഇത് ശാസ്ത്രീയമായിട്ടൊന്ന് പുനഃക്രമീകരണം നടത്തിയാൽ എല്ലാ വണ്ടികളിലും 60-65 കിലോമീറ്റർ കണക്ഷൻ നേടാനായിട്ട് ഒരു പ്രയാസവുമില്ല. ഒരു 800-850 യാത്രക്കാരെ ഒരു വണ്ടിക്ക് ഉറപ്പാകുന്ന രീതിയിൽ ബസ്സുകൾ ക്രമീകരിക്കുകയാണെങ്കിൽ എല്ലാ വണ്ടികളിലും 60-65 രൂപ കിലോമീറ്റർ കണക്ഷൻ നേടാനും സർക്കാരിന് സാമ്പത്തിക നഷ്ടമില്ലാതെ ഞങ്ങളെ കൂടെ നിലനിർത്തിക്കൊണ്ട് സ്വകാര്യ ബസ്സുകളെ കൂടെ നിലനിർത്തിക്കൊണ്ട് പോകാനും സാധിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സ്ത്രീ യാത്രക്കാർ കുറഞ്ഞതിനൊപ്പം പുരുഷ യാത്രക്കാരും ഓരോ ദിവസവും കുറഞ്ഞു വരികയാണെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി KS സുരേഷ് പറഞ്ഞു. സമരം ചെയ്യേണ്ട കാര്യമില്ലെന്നും പ്രൈവറ്റ് ബസ് വ്യവസായം താനെ ഇല്ലാതാകുമെന്നും KS സുരേഷ് ചൂണ്ടിക്കാട്ടി. 3 മാസത്തെ റോഡ് നികുതി സർക്കാർ പറയുമ്പോഴത്തേക്ക് 13.5 കോടി രൂപയോളം ബസ്സുകാർക്ക് കുറച്ചു എന്ന് പറയുമ്പോൾ ഒരു ബസ്സിന് കിട്ടുന്നത് വെറും 125 രൂപയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു 2000-3000 പോകുന്ന ബസ്സുകൾക്ക് ഒരു 125 രൂപ എന്ന് പറയുന്നത് പര്യാപ്തമല്ല. ഞങ്ങൾ അത് വെച്ച് ഞങ്ങൾക്ക് ഇത് സർവീസുമായിട്ട് മുന്നോട്ട് പോകാനും പറ്റത്തില്ല. ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഇത് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരിക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അത് പരിഗണിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അല്ലാതെ ഈ ടാക്സ് കുറച്ചതുകൊണ്ട് ഈ സ്വകാര്യ ബസ് മേഖല ഞങ്ങളൊരു സമരത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. താനെ വണ്ടി മുടങ്ങി ഇല്ലാതായി തീരും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. സ്വകാര്യ ബസ് ഉടമകളും തൊഴിലാളികളും നേരിടുന്ന ബുദ്ധിമുട്ടുകൾ മുഖ്യമന്ത്രി മനസ്സിലാക്കണമെന്ന് മീനച്ചിൽ താലൂക്ക് സെക്രട്ടറി ഡാൻഡിസ് അലക്സ് പറഞ്ഞു. മുഴുവൻ സൗജന്യമായി കഴിഞ്ഞപ്പം വൈക്കംപാല മുഴുവൻ ബസ്സുകൾ കയറാൻ പോവാണ്. ഒരു ബസ്സിനും മുന്നോട്ട് നിവൃത്തിയില്ല. ഈ പാലായിലെ എല്ലാ മേഖലയിലും ഇപ്പം കട്ടപ്പനയ്ക്ക് ഒരു പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നുള്ളൂ, അൽഫോൻസ. ബാക്കി മുഴുവൻ KSRTC ആണ്, വാഗമൺ വഴി. ആ ബസ്സിൽ കട്ടപ്പന വരെയും ഫ്രീ KSRTC കൊടുക്കുമ്പോൾ ഏത് യാത്രക്കാരാണ് കാശ് കൊടുത്തിട്ട് പ്രൈവറ്റ് ബസ്സിൽ പോകുന്നത്? അപ്പം ആ ബസ്സും ഒരാഴ്ചക്കുള്ളിൽ കയറും. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. അപ്പോൾ ഇതിനെന്തെങ്കിലും മുഖ്യമന്ത്രി പരിഹാരം കാണുമെന്നോ അല്ലെങ്കിൽ ഞങ്ങളെ ഒന്നാകെ ഏറ്റെടുത്ത് സർക്കാരിൻ്റെ സംവിധാനമാക്കി മാറ്റിയാൽ ഞങ്ങൾക്കത് വലിയ ആശ്വാസമായിരിക്കും. ഞങ്ങളുടെ മുഴുവൻ തൊഴിലാളികൾക്കും സർക്കാരിൻ്റെതായ സംവിധാനം, ആനുകൂല്യങ്ങൾ, ക്ഷേമനിധി, പെൻഷൻ എല്ലാം കിട്ടും. അതും ഞങ്ങൾക്ക് നല്ലതാണ്. ഞങ്ങളുടെ ബസ് ഉടമകൾക്ക് നല്ലതാണ്. അവർ ഏതാണ്ട് സജഷൻ വെച്ചിട്ടുണ്ട്, അതും നല്ലതാണ്. എല്ലാം നല്ലതാണ്. പക്ഷേ ഇതിനൊരു തീരുമാനം ഞങ്ങളെ കൈവിടില്ല എന്നൊരു വിശ്വാസത്തോടെ ഞങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളെ ഈ മേഖലയിൽ, പ്രതിസന്ധിയിലായ ഈ മേഖലയിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അപേക്ഷിക്കുകയാണ്. KSRTC പ്രൈവറ്റ് ബസ്സുകളിൽ സാമ്പത്തിക അടിസ്ഥാനത്തിൽ സംവരണം ഏർപ്പെടുത്തണമെന്നും ബസ് ഉടമകൾ പറയുന്നു. ഒരു വർഷത്തേക്ക് ഇൻഷുറൻസ് ഇനത്തിൽ ശരാശരി 90,000 രൂപയും ടാക്സ് ക്ഷേമനിധി ഇനത്തിൽ ഏതാണ്ട് 1,20,000 രൂപയും വർഷത്തിൽ ബ്രേക്ക് എടുക്കേണ്ട ഇനത്തിൽ 1,50,000 മുതൽ 2 ലക്ഷം രൂപ വരെയും ബസ് വ്യവസായത്തിന് ചെലവ് വരുന്നുണ്ട്. അപകടം ഉണ്ടാകുമ്പോഴുള്ള ചെലവ് കൂടാതെ റീസോളിംഗ് മറ്റ് ചെലവുകൾ വേറെയും വരും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൂവരണിയിൽ വൻ കഞ്ചാവ് വേട്ട. ഓപ്പറേഷൻ തൂഫാനിലൂടെ തൊടുപുഴ സ്വദേശി ജിജോയുടെ വീടിന്റെ പരിസരത്ത് നിന്നും 2 കിലോ കഞ്ചാവ് പാലാ പോലീസ് പിടികൂടി. പൂവരണിയിൽ വൻ കഞ്ചാവ് വേട്ട. തൊടുപുഴ സ്വദേശി ജിജോയുടെ വീടിന് സമീപത്തു നിന്നും 2 കിലോ കഞ്ചാവ് SI ദിലീപ് കുമാറിന്റെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തു. പ്രതി ജിജോയെയും കൂട്ടാളികളെയും ഇന്നലെ തൊടുപുഴയിൽ നിന്നും പോലീസ് പിടിച്ചിരുന്നു. അന്വേഷണത്തെ തുടർന്ന് ഡോഗ് സ്ക്വാഡ് എത്തി നടത്തിയ പരിശോധനയിൽ ജിജോയുടെ പൂവരണിയിലെ വീടിന് മതിലിന് താഴെ വാഴക്കച്ചിക്കടയിൽ ഒളിപ്പിച്ചിരുന്ന നിലയിൽ നിന്നും കഞ്ചാവ് കണ്ടെടുക്കുകയായിരുന്നു. പഞ്ചായത്ത് മെമ്പറിന്റെ സമീപത്തിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കി പാലാ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രതി നിരവധി കേസുകളിൽ പ്രതികളാണെന്നും നാളുകളായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നുവെന്നും പോലീസ് പറയുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. വായന മാസാചരണത്തിന് കോട്ടയം ജില്ലയിൽ തുടക്കമായി. ഗ്രന്ഥശാല പ്രസ്ഥാനം കേരളത്തെ സാംസ്കാരിക ഉന്നതത്തിലേക്ക് എത്തിച്ചതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് പറഞ്ഞു. പുസ്തകങ്ങളുടെ കൂട്ടുകാരാകാൻ വിദ്യാർത്ഥികളെ ആഹ്വാനം ചെയ്ത് വായന മാസാചരണത്തിന് തുടക്കം. കോട്ടയം കഞ്ഞിക്കുഴി മൗണ്ട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ വായന മാസാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് നിർവഹിച്ചു. കേരളത്തിന്റെ സാംസ്കാരിക ബോധത്തെ ഉയർന്ന തലത്തിലെത്തിച്ചത് PN പണിക്കർ ആരംഭിച്ച ഗ്രന്ഥശാല പ്രസ്ഥാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അനൗപചാരിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ ഗ്രന്ഥശാലകൾ കേരള സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ചരിത്രപരമായ നേതൃത്വമാണ് നൽകിയത്. സാമൂഹ്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധേയ മുന്നേറ്റം സൃഷ്ടിക്കാൻ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് കഴിഞ്ഞെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗ്രന്ഥശാല പ്രസ്ഥാനം അതിന് തുടക്കം കുറിക്കുന്നതിനും അത് പടുത്തു ഉയർത്തുന്നതിനും വേണ്ടി PN പണിക്കർ സാർ കാണിച്ച ആ ഒരു വലിയ ധീരമായ നേതൃത്വം
അത് കേരളത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റി എഴുതി എന്നുള്ളത് വളരെ വസ്തുതാപരമായ ഒരു കാര്യമാണ്. ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ അധ്യക്ഷത വഹിച്ചു. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന PN പണിക്കരുടെ സന്ദേശം എക്കാലത്തും പ്രസക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കഥാകൃത്ത് K. രേഖ വായനദിന സന്ദേശം നൽകി. പൊതുവിദ്യാഭ്യാസ ഉപഡയറക്ടർ ഹണി G. അലക്സാണ്ടർ വായനദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ VV മാത്യു, കുടുംബശ്രീ ജില്ലാ മിഷൻ ജെൻഡർ വിഭാഗം DPMES ഉഷാദേവി, PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ സെക്രട്ടറി B. രാജീവ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ജസ്റ്റിൻ ജോസഫ്, മൗണ്ട് കാർമൽ ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ AS ജെയിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പ്, ജില്ലാ ഭരണകൂടം, PN പണിക്കർ ഫൗണ്ടേഷൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ എന്നിവരുടെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സാക്ഷരതാ മിഷന്റെയും കുടുംബശ്രീ മിഷന്റെയും സഹകരണത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചിറക്കടവിന്റെ ചരിത്രത്തിലെ നിറദീപമായി നിലകൊള്ളുകയാണ് ഗ്രാമദീപം വായനശാല. വായനദിനത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു റിപ്പോർട്ട്. 1949-50 കാലഘട്ടത്തിൽ കാഞ്ഞിരപ്പള്ളി സഹൃദയ വായനശാലയിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന കയ്യെഴുത്തു മാസികയുടെ പ്രചോദനം ഉൾക്കൊണ്ട് യുവജനമിത്രം എന്ന പേരിൽ ചിറക്കടവ് കിഴക്കുംഭാഗത്തുണ്ടായിരുന്ന ഏതാനും ചെറുപ്പക്കാർ ചേർന്ന് കയ്യെഴുത്തു മാസിക പ്രസിദ്ധീകരിച്ചിരുന്നു. പിന്നീട് ഈ കൂട്ടായ്മയുടെ ആശയത്തിൽ നിന്നുമാണ് 1951 ഗ്രാമദീപം വായനശാല തുടങ്ങിയത്. നാട്ടുകാരിൽ നിന്നും സമാഹരിച്ച 46 പുസ്തകങ്ങളുമായിട്ടായിരുന്നു തുടക്കം. പിന്നീട് കരയോഗ കെട്ടിടത്തിലും മറ്റും പ്രവർത്തിച്ചിരുന്ന ഗ്രന്ഥശാലയ്ക്ക് 1953 പുതിയ കെട്ടിടം പണിതത്. മലയാളികളുടെ പ്രിയ കവി വയലാർ രാമവർമ്മയാണ് 1953 ഏപ്രിൽ 23 കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. 52 തന്നെ ഗ്രാന്റ് ലഭിച്ചിരുന്നു. പിന്നീട് അംഗസംഖ്യയും പുസ്തകശേഖരവും വർദ്ധിച്ചു. കാരൂർ നീലകണ്ഠപിള്ള, ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ PN പണിക്കർ, വിശ്വസാഹിത്യകാരൻ തകഴി ശിവശങ്കരപിള്ള, പൊൻകുന്നം വർക്കി, വയലാറിന്റെ പത്നി ഭാരതി തമ്പുരാട്ടി, DC കിഴക്കേമുറി, കാനം EJ, പ്രിയനടൻ തിലകൻ തുടങ്ങി നിരവധി പ്രതിഭകൾ ഗ്രാമദീപം വായനശാലയിൽ എത്തിയിട്ടുണ്ട്. നിലവിൽ കോട്ടയം ജില്ലയിൽ A ഗ്രേഡ് ഗ്രന്ഥശാലയാണിത്. 20,000-ലധികം പുസ്തകങ്ങൾ സ്വന്തമായുണ്ട്. ബാലവേദി, യുവജനവേദി തുടങ്ങിയ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ ഗ്രന്ഥശാലയുടെ പ്രവർത്തനം സജീവമായി മുന്നോട്ടു പോകുന്നതായി ഗ്രാമദീപം വായനശാല സെക്രട്ടറി PN സോജൻ പറഞ്ഞു. നിലവിൽ ഇത് A ഗ്രേഡ് ലൈബ്രറിയാണ്. കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈബ്രറികളിലൊന്നാണ്. വളരെ സജീവമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ബാലവേദി, യുവജനവേദി, ഗുരുജനവേദി, അതുപോലെ തന്നെ വനിതാവേദി എന്നിവയടക്കം വിവിധ പ്രവർത്തനങ്ങളുമായി വായനശാലയുടെ ഭാഗമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. കൂടാതെ ഒരു കർണാടക സംഗീതത്തിനുള്ള ക്ലാസ് ഇവിടെ നടക്കുന്നു. നാടൻപാട്ട് പരിശീലന പരിപാടികൾ നടന്നിരുന്നു. അങ്ങനെ നിരവധി പരിപാടികൾ നടത്തിക്കൊണ്ട് വിവിധ ഏജൻസികളിൽ നിന്നും കിട്ടിയ പണം സമാഹരിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും രാജാറാം മോഹൻ റോയ് ലൈബ്രറി ഫൗണ്ടേഷൻ്റെയും ഒക്കെ സഹായങ്ങൾ വിവിധ രൂപത്തിൽ സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി ഈ കെട്ടിടം പണിയാനും ഇത്തരത്തിൽ ഒരു വലിയ സ്ഥാപനമായിട്ട് ഇത്രയും അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒരു വലിയ സ്ഥാപനമായിട്ട് ഇതിനെ മാറ്റുവാനും കഴിഞ്ഞത്. പുസ്തകങ്ങൾ വിതരണം ചെയ്യുക മാത്രമല്ല, മാറുന്ന രീതി അനുസരിച്ച് ഗ്രന്ഥശാലകളും മാറണമെന്ന് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ND ശിവൻ പറഞ്ഞു. തീർച്ചയായും മാറുന്ന കാലത്തിനനുസരിച്ച് ഗ്രന്ഥശാലയുടെ പ്രവർത്തന രീതിയും മാറുന്നുണ്ട്. വായനയുടെ സ്വഭാവം മാറിയിട്ടുണ്ട്. വായന കുറഞ്ഞിട്ടില്ല, പക്ഷേ വായനയുടെ രീതി മാറിയിട്ടുണ്ട്. ആ മാറുന്ന കാലത്തിനനുസരിച്ച് വായനയുടെ രീതിയും സ്വഭാവവും മാറുന്നതിനനുസരിച്ച് ഗ്രന്ഥശാലകൾ നവീകരിക്കപ്പെട്ടാൽ മാത്രമേ ഗ്രന്ഥശാലകളുടെ ദൗത്യം പൂർണ്ണമാകൂ. എങ്കിൽ മാത്രമേ ഗ്രന്ഥശാലകൾ ഇനി മുന്നോട്ട് പോവുകയുമുള്ളൂ. വായനയുടെ സന്ദേശം കുട്ടികളിൽ എത്തിക്കുന്നതിനായുള്ള വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് വായനശാല പ്രസിഡന്റ് TP രവീന്ദ്രൻ പിള്ള പറഞ്ഞു. ഇന്ന് വായന പക്ഷാചരണം തുടങ്ങുകയാണ്. ലൈബ്രറി പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ശ്രീ PN പണിക്കരുടെ ചരമദിനമായ ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും ഗ്രാമീണ ഗ്രന്ഥശാലകൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും മറ്റെല്ലാ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും വായന പക്ഷാചരണം ആരംഭിച്ചിരിക്കുകയാണ്. വായനയുടെ സന്ദേശം കുട്ടികളിലേക്ക് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സ്കൂളുകളുമായി സഹകരിച്ചാണ് ചക്രവ് ഗ്രാമദീപം വായനശാല ഈ വായന പക്ഷാചരണം ആഘോഷിക്കുന്നത്. പ്രവർത്തനം തുടങ്ങി 75 വർഷങ്ങൾ പിന്നിടുമ്പോഴും ചിറക്കടവിന്റെ നിറദീപമായി നിലകൊള്ളുകയാണ് ഗ്രാമദീപം വായനശാല. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ചിറക്കടവ് ഗ്രാമദീപം വായനശാലയിൽ വായനാ ദിനവും PN പണിക്കർ അനുസ്മരണവും നടത്തി. ഇളംകുളം ശാസ്താ ദേവസ്വം സ്കൂൾ
ഹെഡ്മാസ്റ്റർ എസ് അഭിലാഷ് ക്ലാസ് എടുത്തു. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം ND ശിവൻ, വായനശാല സെക്രട്ടറി PN സോജൻ, പ്രസിഡന്റ് TP രവീന്ദ്രൻപിള്ള, മിനി സേതുനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇളംകുളം ശാസ്ത ദേവസ്വം സ്കൂളിലെ കുട്ടികളും സെന്റ് ഇഫ്രേം സ്കൂളിലെ കുട്ടികളും വെള്ളാള സമാജം സ്കൂളിലെ കുട്ടികളും വായന ദിനാഘോഷത്തിൽ പങ്കെടുത്തു. ഇപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് ഹനുമാനും കുരങ്ങന്മാരുടെ കൂടെ ചേർന്ന് കല്ലുകൾ ഇട്ടിട്ട് അവിടെ ഒരു കടൽപ്പാലം ഉണ്ടാക്കിയിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് സാറ്റലൈറ്റിലൊക്കെ നോക്കിയാൽ അങ്ങനെ ഒരു കടൽപ്പാലം കാണാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് സത്യമാണോ മിഥ്യയാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ കഥകളിൽ അന്നും ഇത്തരം കാര്യങ്ങളുണ്ട്. ഭാവനയിൽ, മനുഷ്യന്റെ ഭാവനയിൽ അത്തരം കാര്യങ്ങളുണ്ട്. ആ ഭാവനയിലുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ സത്യമാവാം, ഒരു പക്ഷേ മിഥ്യയാവാം. അത് ബൈബിളിലായാലും ഖുറാനിലായാലും ഒക്കെ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ പിന്നീട് അതിനെ അത്ര സ്വപ്നങ്ങളെ വളർത്തിയെടുത്താവാം മനുഷ്യൻ അതൊക്കെ യാഥാർത്ഥ്യമാക്കിയത്. അങ്ങനെ നമുക്ക് ചിന്തിക്കാമല്ലോ. പാലാ മൂന്നാനിയിൽ കോടതി പരിസരത്ത് സെപ്റ്റിക് ടാങ്ക് കുഴിയെടുക്കുന്നതിനിടെ അന്യസംസ്ഥാന തൊഴിലാളിയുടെ ദേഹത്തേക്ക് മണ്ണിടിഞ്ഞ് വീണ് കുഴിയിലകപ്പെട്ടു. ആസാം സ്വദേശി മുബാറക് ഹസനാണ് അപകടത്തിൽപ്പെട്ടത്. മുബാറക്കിന്റെ കഴുത്തോളം മണ്ണ് മൂടിപ്പോയിരുന്നു. കൂടെ ഉണ്ടായിരുന്നവർ ഇദ്ദേഹത്തെ പുറത്തെടുത്തു. പാലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ജില്ലയ്ക്ക് വലിയ പദ്ധതികളൊന്നുമില്ലാതെ സംസ്ഥാന ബജറ്റ്. ആകാശപാതയുടെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് പ്രഖ്യാപനം. റബ്ബറിന് താങ്ങുവില 250 രൂപയാകും. എരുമേലിയിലും വികസനമെത്തും. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി. സ്വകാര്യ ബസ് വ്യവസായം കടുത്ത പ്രതിസന്ധിയിലേക്ക്. സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവ്. വരുമാനത്തിൽ ദിവസവും 3000-ഓളം രൂപയുടെ കുറവ്. ഓപ്പറേഷൻ തൂഫാൻ. പൂവരണയിൽ വൻ കഞ്ചാവ് വെട്ടം. 2 കിലോ കഞ്ചാവുമായി തൊടുപുഴ സ്വദേശി ജിജോ പിടിയിൽ. കഞ്ചാവ് പൂവരണിയിലെ വീടിന്റെ മതിലിനടുത്ത് സൂക്ഷിച്ച നിലയിൽ. PN പണിക്കരെ അനുസ്മരിച്ച നാട്. വായന മാസാചരണ തുടക്കം. ജില്ലയിൽ വിപുലമായ പരിപാടികൾ. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.